എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? അതായത് യൂറോപ്പിന്റെ ടോപ്പില് സ്വിറ്റ്സർലൻഡിലെ യുങ്ഫ്രോ, നിങ്ങൾക്കൂടെ വായിക്കാൻ പറ്റും, യുങ്ഫ്രോ ടോപ്പ് ഓഫ് യൂറോപ്പ്. അതായത് ആൽപ്സ് പർവ്വത നിരകളിന്റെ ഏറ്റവും ടോപ്പ് എൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് സ്വിറ്റ്സർലൻഡിലെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ടുള്ള യാത്ര നമുക്കൊന്ന് കണ്ടുവന്നാലോ? രാവിലെ ഒരു 9:00 കൂടി തന്നെ താമസസ്ഥലത്ത് നിന്ന് ഇറങ്ങി. തൊട്ടടുത്താണ് ലോട്ടോബ്രണ്ണന്റെ റെയിൽവേ സ്റ്റേഷൻ. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ചെന്നപ്പോൾ ധാരാളം പേര് എന്നെ പോലെ തന്നെ ട്രെയിൻ കാത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അധിക സമയമൊന്നും കാക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ട്രെയിൻ വരും. ട്രെയിൻ വന്നു, കയറി. പിന്നെ ട്രെയിൻ യാത്രയുടെ ഭംഗിയെ പറ്റിയിട്ടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നല്ല ചന്തമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷനിൽ ഇറങ്ങി. ഈ ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷനിൽ നിന്ന് ഇനി നമുക്ക് പോകാനുള്ള യുങ്ഫ്രോയിലേക്ക് ഒരു കേബിൾ കാർ വഴിയാണ് നമ്മൾ പോവേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇവരൊക്കെ ആ ഒരു കുന്തം കൊണ്ടൊക്കെ വന്ന് നിൽക്കുന്നത് മുകളിൽ ഐസിൽ പോയിട്ട് ആ ഒരു ഇങ്ങനെ ഈ കുത്തി കുത്തി പോകുന്ന ഒരു പരിപാടിയില്ലേ, എനിക്കതിന്റെ പേരറിയില്ല. സ്കേറ്റിംഗ് അല്ല, വേറെന്തോ ഒരു പരിപാടിയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊരു 60-70 വയസ്സൊക്കെ ഉണ്ടാവും അവർക്ക്. പക്ഷെ അവരൊക്കെ എത്ര ആക്റ്റീവാ നോക്കൂ, ഈ യൂറോപ്യൻസ് ഒക്കെ. അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ക്യാബിൻ വന്നു. ഇങ്ങനെ ക്യാബിനുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ വരുന്നതിനനുസരിച്ച് ആളുകൾ അതിങ്ങനെ ഫില്ല് ചെയ്ത് പോകും. അങ്ങനെ ഞാനും ഒരു ഈ പറയുന്ന കേബിൾ കാറിന്റെ ഒരു ക്യാബിനിൽ കയറി. ഒരു ക്യാബിനിൽ ഏകദേശം ഒരു 30-35 ആളുകളെ വരെ അത് കൊള്ളൂട്ടോ. അത്രയും വലിയ ക്യാബിനാ, ഒരു റൂമിന്റെ അത്ര വലിപ്പമുണ്ട്. അപ്പോൾ എന്റെ കൂടെ എന്റെ ക്യാബിനിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവരൊരു നല്ല ക്യൂട്ട് കപ്പിളായിരുന്നു. കൊറിയക്കാരോ ചൈനീസുകാരോ ആരോ ആണ്. എനിക്ക് പിന്നെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. താഴേക്കുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, എന്തൊരു അടിപൊളിയായിരുന്നു എന്നറിയോ. സ്വിറ്റ്സർലൻഡിന്റെ ആ ഒരു ടിപ്പിക്കൽ വ്യൂ ആണിത്. താഴെ ഒരു ഗ്രാമ തോന്നുന്നു, ധാരാളം വീടുകളും പശുക്കളും പിന്നെ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ, ഗ്രാമാന്തരീക്ഷമാണ് താഴെ. പക്ഷെ കാണാൻ നല്ല സൂപ്പർ കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴേ നമുക്കൊരു വലിയ ഏരിയ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്, അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാഴ്ച അതിലും മനോഹരായി. കാരണം നമ്മളിങ്ങനെ മുകളിലേക്ക് പോവാണ്. ഇത് ഏകദേശം 13,000 ഫീറ്റ് മുകളിലാണ്. യൂറോപ്പിന്റെ മുഴുവൻ ഏറ്റവും ഉയരം, അതായത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആൽപ്സ് പർവ്വത നിരയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക്. അപ്പൊ നമ്മളെ കൊണ്ട് ഇങ്ങനെ ആ കേബിൾ കാർ ഉയരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുകളിലെ ആ ഒരു മഞ്ഞുമല നമുക്ക് കണ്ടു തുടങ്ങി. ഇനി ഈ കേബിൾ കാറിൽ നിന്ന് നമ്മൾ ഇവിടെ ഇറങ്ങണം, എന്നിട്ട് വേറൊരു ട്രെയിൻ പിടിക്കണം. ആ ട്രെയിൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വന്ന പോലത്തെ ട്രെയിൻ അല്ല, കുത്തനെയാണ് പോകുന്നത്. ഏകദേശം 3 കിലോമീറ്റർ നമ്മൾ അങ്ങനെ ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോവുക. അപ്പൊ ട്രെയിൻ വന്നു, ഞങ്ങൾ ആ ട്രെയിനിലേക്ക് എല്ലാവരും കയറി. ആ ട്രെയിനിന്റെ ഉള്ളിൽ കണ്ട ഒരു ക്യൂട്ട് കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഇനി ആരും അത് പറഞ്ഞിട്ട് എന്നെ ക്രൂശിക്കരുത്. പക്ഷെ ഞാൻ എടുക്കുമ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല. എന്തൊരു ക്യൂട്ടാ. പണ്ട് പാപ്പു എന്റെ കൂടെ ഇങ്ങനെ ഈ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുമായിരുന്നു. എനിക്ക് അത് ഓർമ്മ വന്നു. അങ്ങനെ ആ ട്രെയിനിൽ ഇങ്ങനെ പോവുകയാണ്. ഇതിപ്പോ ഞാൻ അവിടെ ഉള്ളൊരു ഡിസ്പ്ലേ കാണിക്കുകയാണ്. കണ്ടില്ലേ, 3000 മീറ്റർ നമ്മളിങ്ങനെ ആ ട്രെയിനിൽ ആ ടണലിന്റെ ഉള്ളിൽ കൂടെ കുത്തനെയാ പോകുന്നത്. ശരിക്കും നമുക്ക് ചെവിടൊക്കെ ഇങ്ങനെ അടയ്ക്കും. കാരണം അത്ര ഹൈറ്റിലേക്ക് നമ്മളിങ്ങനെ പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ മുകളിലെത്തി. യെസ്, യുങ്ഫ്രോം ടോപ്പ് ഓഫ് യൂറോപ്പ്. നമ്മളിപ്പോ ഹോൾ യൂറോപ്പിന്റെ ഏറ്റവും മുകളിലുള്ള പോയിന്റിലാണ്. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. കംപ്ലീറ്റ് സ്നോ ആണ്, ഫുൾ സ്നോ. നമ്മളിങ്ങനെ മരവിക്കുന്ന തണുപ്പാണ്. പ്രത്യേകിച്ചിട്ട് ഒരു കാറ്റുകൂടി ഉണ്ട്. ആ കാറ്റുകൂടി അടിച്ചാണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കിങ്ങനെ എല്ല് തുളയ്ക്കുന്ന തണുപ്പാ. പിന്നെ ഇതാ ഇങ്ങനെ ഓരോരുത്തർ അവിടെ ഇങ്ങനെ ഓരോ കലാപരിപാടികൾ ഇതാ ഇങ്ങനെ റീലെടുക്കുന്നു. ആ സ്ഥിരം കലാപരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഒരു മഞ്ഞിലെത്തിക്കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ മുകളിലേക്ക് ഇടുക, അതിന്റെ വീഡിയോ എടുക്കുക. അപ്പൊ ഞാനും കരുതി, എന്തിനാ അപ്പൊ നമ്മൾ മോശമാക്കണേ, നമുക്ക് എടുക്കാൻ കുറച്ച് റീല് അല്ലേ. അങ്ങനെ സത്യത്തില് ഞാൻ ഗ്ലൗസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ, മറന്നുപോയി എടുക്കാൻ. എങ്കിലും നമ്മൾ റീലിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ആ മഞ്ഞൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് ഇതാ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ എറിഞ്ഞ് റീലൊക്കെ എടുത്തു. പക്ഷെ കൈ അത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം മരം പോലെയായിരുന്നു, ഏകദേശം നീല കളറായി. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്നൊക്കെ പറയുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവേ, കയ്യിലേക്ക് രക്തയോട്ടം കുറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ അതിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു പോയിന്റിൽ പോയി. അപ്പൊ അവിടെ കണ്ടൊരു കാഴ്ച, ഇത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ലോക്ക് ഇടുന്നത്. ഇതിങ്ങനെ കമിതാക്കൾ, അതായത് ലവേഴ്സ് ഇടുന്നതാണ്. അവരുടെ ലവ് ശരിക്കും പൂർണ്ണതയിൽ എത്താൻ വേണ്ടി ആ ഒരു പ്രാർത്ഥന പോലെ ഇടുന്ന ഒരു പരിപാടിയാണ് ഈ ലവ് ലോക്ക് എന്നാ തോന്നുന്നു അതിൽ പറയുന്നത്. പിന്നെ അവിടെ കണ്ട ഒരു അടിപൊളി കാഴ്ചയാണിത്. ഒരു കാക്കിനെ പോലെയുള്ള ഒരു പക്ഷി കേട്ടോ. എവിടുന്നാണാവോ ഈ 13,000 അടിയുടെ മേലെ ഇവറ്റകൾ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോ എനിക്ക് കാക്കയെന്നാ തോന്നിയത്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതിന്റെ കൊക്ക് മഞ്ഞ കളറാ. കൊക്കും അതുപോലെ തന്നെ അതിന്റെ കാലും മഞ്ഞ കളറ്. കണ്ടോ, കാക്കയല്ല, വേറെ എന്തോ ഒരു പ്രാവിന്റെ ഐറ്റത്തിൽപ്പെട്ട ഒരു സംഭവം തോന്നുന്നു. പിന്നെ ഞങ്ങൾ പോയ ഒരു അടിപൊളി സ്ഥലമാണ് ഇതാ, ഹോട്ടൽ ബോളിവുഡ്. സോറി, ഹോളിവുഡ് അല്ല, ബോളിവുഡ്. നമ്മുടെ സ്വന്തം ഹിന്ദി സിനിമ നോക്കിയേ, നമ്മുടെ ഷാരൂഖ് ഖാനും ഐശ്വര്യ റായൊക്കെ അങ്ങനെ അവിടെ
സ്വിറ്റ്സർലാൻഡിന്റെ സ്ഥലത്താണെന്ന് ആലോചിക്കണേ. നമ്മൾ ഇന്ത്യക്കാരില്ലാത്ത ഒരു സ്ഥലമില്ല കേട്ടോ. ഹോട്ടൽ ബോളിവുഡ്. അപ്പൊ ഇന്ത്യക്കാരൊക്കെ അവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വരാറുള്ളത്. കാരണം ഇപ്പൊ എന്റെ ഭക്ഷണത്തിന്റെ ആ ഒരു പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ചോറ്, ദാല്, നമ്മുടെ സ്വന്തം പൊറോട്ട, ചിക്കൻ കറി. നമുക്കിനി വേറെ എന്തു വേണം? നമ്മുടെ രമണം പറഞ്ഞ പോലെ ചപ്പാത്തി നഹി നഹി. 3-4 ദിവസമായിട്ട് എനിക്ക് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഭഗവാനെ, ആ ചോറും തൈരും ദാലൊക്കെ കഴിച്ചപ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ മലയാളികൾക്ക് ഇതിലും പരം എന്ത് സന്തോഷം വേണം? അപ്പൊ ഞാൻ സത്യത്തിൽ രമണനെ ആലോചിച്ച് പോയി കേട്ടോ. രമണന്റെ അവസ്ഥയായിരുന്നു എന്റെ. അങ്ങനെ ഒന്നുകൂടി ആ ഒരു മഞ്ഞും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒന്നുകൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ അവിടുന്ന് പതുക്കെ തിരിച്ച് ഇതാ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി താമസ സ്ഥലമായിട്ടുള്ള ലോട്ടോബ്രണ്ണനിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും യുങ്ഫ്രോ യൂറോപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായിട്ട് തിരിച്ച് റൂമിലേക്ക്. ബൈ.